പ്രൈസ് ദി ലോർഡ്. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നതിന് ഒരാളുടെ ഒരു അനുഭവ സാക്ഷ്യം കേട്ടാലോ. ഒരിക്കലും ഒരിടത്ത് ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നേ. അവിടെ 300ഓളം കുട്ടികളുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ അധികാരി മിസ്റ്റർ മുള്ളർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിനായി കുഞ്ഞുങ്ങൾ നിരന്നു നിന്നു. എന്നാൽ അവരുടെ പ്ലേറ്റിൽ മാത്രം ആഹാരമില്ലായിരുന്നു. അടുക്കളയിൽ ഒരു കഷ്ണം ബ്രെഡോ ഒരു തുള്ളി പാല് പോലും ഇല്ലായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിന്റെ വിശപ്പ് പോലും അദ്ദേഹത്തിന് അടക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കതവിൽ മുട്ടി. തുറന്നു നോക്കിയപ്പോൾ ഒരു ബേക്കറി കടക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിലിങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് എന്റെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ 2 മണിക്ക് എണീറ്റ് നിങ്ങൾക്ക് ആവശ്യമായ ബ്രെഡ് ഉണ്ടായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് അകത്ത് ചെന്ന് വിതരണം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അടുത്ത മുട്ട് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് ഓർഫനേജിന്റെ മുമ്പിൽ തന്നെ ഒരു പാൽ വണ്ടി പഞ്ചറായി കിടക്കുന്നു. പാൽക്കാരൻ പറഞ്ഞു, ഈ വണ്ടി ശരിയാക്കുന്നതിന് മുമ്പേ തന്നെ ഈ പാലുകളെല്ലാം ചീത്തയായി പോകും. ഈ ഓർഫനേജിലെ കുട്ടികൾക്ക് ഈ പാലെല്ലാം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അങ്ങനെ അതും അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാ കുഞ്ഞുങ്ങളുടെയും പ്ലേറ്റുകൾ നിറഞ്ഞു, കപ്പുകളും നിറഞ്ഞു. അവർ സന്തോഷത്തോടെ കഴിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ആവശ്യമാകുന്ന എല്ലാം ചെയ്ത് നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ ഇപ്രകാരം ഒരു വാക്യം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും. ഈ നല്ല ദൈവത്തിനെ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.